നിങ്ങൾക്ക് എത്ര രൂപ ഉണ്ട് ശമ്പളം? 850. 850. 150 എവിടെ? 150. ആ അത് 100 രൂപ ഇന്നലെ ഊണ് കഴിച്ചെന്ന് പറഞ്ഞ് കണ്ട്രാക്ക് പിടിച്ച്. 100 രൂപയ്ക്ക് ഊണ് കഴിക്കേ? എന്താ അനീഷേട്ടാ നിങ്ങൾക്ക് ഭ്രാന്താണോ? നിങ്ങൾ എന്തിനാ ഊണ് കഴിക്കണത് എപ്പോഴെപ്പോഴും? ഡോക്ടറെ ഇവിടെ പല്ലെടുക്കോ? ഇവിടെ പല്ലെടുക്കും. വേദന എടുക്കോ? വേദന ഞാൻ എടുക്കത്തില്ല, നിങ്ങൾ തന്നെ എടുക്കണം. അത് ഞാൻ എടുത്തോളാം. അല്ല, ഒരു പല്ലെടുക്കുന്നതിന് എത്രയാ ചാർജ്? ഒരു പല്ലെടുക്കുന്നതിന് 3000 രൂപ. ഡോക്ടറെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു പല്ലെടുക്കുന്നതിനല്ലേ 3000 രൂപ? അതെ. എനിക്ക് പല്ലെടുക്കണ്ട, ഞാൻ 50 രൂപ തരാം. ഒന്ന് ഇളക്കി തന്നാ മതി, ഞാൻ പോണ വഴിക്ക് എടുത്ത് കളഞ്ഞോളാം. അയ്യോ, ഇളക്കി വെക്കാൻ എന്താ സർവേക്കല്ലാന്ന് വായിക്കാതിരിക്കുന്നത്? എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 3 വർഷം. 3 വർഷമായി. അപ്പൊ ബേബി ഗോപി ഇതേ കിടക്കണ കണ്ടില്ലേ? അതെ, എനിക്ക് മതിയായി. നിർത്താ. ഇങ്ങനെയാണ് എല്ലാ കാര്യത്തിലും. മരണം കിട്ടുന്നു. ഞാനിപ്പോ വന്നു. ചടങ്ങ് കഴിഞ്ഞ? ചടങ്ങിനൊന്നും ഞാൻ നിന്നില്ല, ഞാനിങ്ങി പോന്നു. അവിടെ എല്ലാത്തിനും ഒടുക്കത്തെ ചാട. അവിടെയുള്ള അവൾമാരെ നോക്കിയേ എല്ലാരെയും നോക്കി ഞാൻ ചിരിച്ചു. പക്ഷെ ഒറ്റ ഒരുത്തികൾ എന്നെ നോക്കി ചിരിച്ചില്ല. നീ അകത്തേക്ക് വാ. അതൊന്നും ശരിയാകത്തില്ലേക്ക്. ഞാനും ആശാനും തമ്മിലുള്ള ഇരിപ്പോശം അങ്ങനെയാണ്. മോശം അത്. നീ അകത്തേക്ക് വാടാ. ആശാൻ അറിഞ്ഞ ഞാൻ മോശമാവും. ആശാൻ അറിഞ്ഞ എന്ത് മോശടാ? ദോശയ്ക്ക് മാവാട്ടുന്ന ആശാൻ അറിഞ്ഞ എന്ത് മോശം? ഒരു കാര്യം ചെയ്യാം, ഒരൊറ്റ മുണ്ട് കൊടുത്തിട്ട് കുളിച്ച് ഈറനണിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്ക. അത് വേണോ? വേണം. അതൊരു മന്ത്ര കുട്ടിയെ. അത് മന്ത്രല്ല, അത് തിരുമേനിയുടെ തന്ത്ര. അത് ഇവിടെ നടക്കത്തില്ല. വൈകുന്നേരത്തെ കഞ്ഞിക്ക് ചുട്ട പപ്പടം വേണോ, ഇട്ടിച്ച ചമ്മന്തി വേണോ? ശരി, മനസമാധാനം എനിക്ക് തരുമോ? ഞാൻ തരാറുണ്ടല്ലോ. അത് എന്നാ പിന്നെ വയ്ക്കൂടെ? ഞാൻ പോവല്ലേ? താളം ചവിട്ടുന്ന എന്തിന്? ഞാൻ പോവാണെന്ന്. എന്നാ പോ. അമ്മേ, ഓ ഇന്നെനിക്ക് മ്യൂസിക് കോമ്പറ്റീഷനാ. മമ്മിയുടെ മുഖം ഞങ്ങൾക്ക് ലക്കിയ. അമ്മയുടെ മോന്തയും കൊണ്ട് അമ്മ ഇപ്പൊ വരാൻ മോനെ. വേണ്ട, ഞാൻ പോയി കഴിഞ്ഞിട്ട് വന്നാ മതി എന്ന് പറയാൻ വന്നതാ. ചേട്ടാ, എന്താണ്? ഒന്നിങ്ങ് വന്നേ. വാ. സംതിങ് ഹോട്ട്. എന്തിന്? ചൂട് ചായ എടുത്ത് വെച്ചിരിക്കുന്ന തണുക്കളെ മുന്നേ എടുത്ത് കുടിച്ചിട്ട് പോ. ആരാടി ഈ 6 മണി? അയ്യോ ചേട്ടാ, അത് 6 മണിയല്ല, രമണി. ഓഹോ, മതം മാറിയുള്ള സെറ്റപ്പ് ആണല്ലേ? ബുദ്ധമതത്തിൽ നിന്ന് ആരാണ്ട് പിടിച്ചിരിക്കുന്നു? ബിന്ദു മാം. ഞാനേ പോവാട്ടോ. അയ്യോ, ഇറങ്ങിയോ? ഇറങ്ങണു. ഇന്ന് ഉച്ചക്ക് നേരത്തെ വരാം. ഞാൻ പോവായാലും. തരാനുള്ളത് തന്നില്ല. തരാറുള്ളത് തന്നില്ല, മറന്നു. ഈ ആൾക്കാരൊക്കെ ഇവനാണെങ്കിൽ അയ്യോ, അതല്ല, നീ മേടിക്കാനുള്ള കാശ് തന്നില്ലെന്ന്. കള്ളത്തരം പറയത് കേട്ടോ. ക്ലാരയുടെ 2 ഇളയ പിള്ളേര്, 2 നിങ്ങളുടെ കൂട്ട് കോന്തപ്പല്ലുള്ള പിള്ളേരല്ലേ അവർ രണ്ടും? ഇതാ മീൻ മിക്കാൻ നടക്കുന്ന സുശീല എന്നോട് പറഞ്ഞത്. മീൻ മിക്കാൻ നടക്കണ സുശീലയുടെ മക്കളെ നീ കണ്ടിട്ടുണ്ടോ? എന്താ അതും നിങ്ങളുടെ കൂട്ടിരിക്കുവാന്നോ? പിന്നെ അല്ലാതെ. കല്യാണം കഴിഞ്ഞ? ഓ ചേട്ടാ, കുട്ടികൾ എത്ര? 2 ഒരെണ്ണത്തിന് ചേട്ടന്റെ പേരാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കണ്ടവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ട്രോഫിക്ക് എന്റെ പേര്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ ട്രോഫിക്ക് എന്റെ പേരത്തിൽ ഇട്ടു. ചേട്ടൻ ഓർമ്മിക്കാൻ ചേട്ടാ. അല്ല വൈദ്യരെ, എനിക്കൊരു സംശയം. എന്താ സഹോദരി കുട്ടി ചോദിക്ക? സ്ത്രീകൾ എപ്പോൾ പ്രസവിക്കുന്നതാ നല്ലത്? കല്യാണം കഴിഞ്ഞിട്ട് പ്രസവിക്കുന്നതാ നല്ലതാ. അല്ലെ പേരുദോഷം ഉണ്ടാവും. നന്നായിട്ടാ നമ്മളെ ഇളക്ക. നിങ്ങൾ എന്നെ നാണം കെടുത്തോ? നിങ്ങൾ ഇങ്ങനെ എല്ലാവരും മുമ്പിൽ എന്നെ നാണം കെടുത്തു. എല്ലാ നാണം കെടുത്തുന്നത് ഇത് തമ്മിൽ വിഷയമില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഉറപ്പാണ് ഇത് മോൻ തന്നെയാണ്. വയറ് കണ്ട എനിക്കറിയാന്ന്. പിന്നെ പുറത്തുനിന്ന് നോക്കി അറിയാനായിട്ട് ഇത് ഫിഷ് ടാങ്ക് ആണല്ലോ. എടി അങ്ങനെയല്ലെന്ന്, എനിക്ക് വയറ് കണ്ട. നോക്കി, ഒരുത്തനില്ലേ കുറച്ച് ദിവസമായിട്ട് എന്റെ ഫോണിൽ വിളിച്ചിട്ട് വെറുതെ ശല്യം ചെയ്യാം. നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുത്താലോ? അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടാ മതി. ബ്ലോക്ക് ചെയ്യണോ? ഞാൻ അവനെ പേടിച്ചിട്ട് എന്റെ ഫോണിൽ സിം തന്നെ മാറ്റി. എന്നിട്ട് ഒരു കാര്യവുമില്ല, ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലാലോ. നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്, എന്റെ പേഴ്സിൽ ഒരു സിം ഉണ്ട്, അത് ഇങ്ങോട്ട് എടുത്തിട്ട് വാ. എന്നാ ഇനി നീ ഈ സിം ഉപയോഗിച്ചാ മതി. ഇനി അവന്റെ ശല്യം ഉണ്ടാവില്ല. ഹലോ, ആരാന്നോ? നിനക്കെന്നെ അറിയില്ല അല്ലേടാ. നിന്നെ പേടിച്ചിട്ട് ഞാൻ വീണ്ടും സിം മാറ്റിയിട്ടുണ്ട്. ഇനി നീ എന്നെ എങ്ങനെ വിളിക്കാന്ന് എനിക്കൊന്ന് കാണണല്ലോ. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെ ചെയർ കൊണ്ടടിച്ചത്? അത് പിന്നെ ടേബിളിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു.
ഭാര്യക്ക് എങ്ങനുണ്ട്? ഭാര്യക്കെന്ന് വെച്ചാൽ ഈ പെയിൻ വന്നും പോയും ഇരിക്കുന്നു. ദൈവം, എന്റെ ഭാര്യയുടെ ഗർഭപാത്രം എന്താ ദുബായ് എയർപോർട്ടോ? എന്താ ഈ പ്ലെയിൻ വന്നും പോയി നിൽക്കുന്നെന്ന് പറഞ്ഞു. എന്നല്ല പറഞ്ഞത്, പെയിൻ വന്നും പോയും ഇരിക്കുന്നെന്ന്. തേങ്ങാ പൊതിക്കാൻ വന്ന ബംഗാളിയോടൊപ്പം 2 കുട്ടികളുടെ മാതാവായ വീട്ടമ്മ ഒളിച്ചോടിപ്പോയി. ഇവിടെ തേങ്ങാ പൊതിക്കുന്നത് ബംഗാളിയല്ല, അപ്പുറത്തെ വീട്ടിലെ വാസുവേട്ടനാ. അപ്പൊ അപ്പുറത്തെ വീട്ടിലെ വാസുവേട്ടന്റെ മേളിൽ ഒരു കണ്ണ് വേണം. ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കാം. ഹസ്ബൻഡ് ഇവിടെ ഇല്ല. എനിക്ക് വൈഫും ഇല്ല. അച്ഛനോ? അച്ഛൻ മരിച്ചു. ഓ, എന്റെ ആങ്ങളം ആരോ? ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ. ഞാനും. എന്താ നാള്? മകം. മകം എന്ന് പറയുമ്പോ മകം പെറ്റ